ദൈവം എന്ന് പറഞ്ഞാല് വാക്കുമാറാത്ത ദൈവം. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ചിന്തിക്കുക. ഇപ്പൊ എത്ര വയസ്സായി അബ്രഹാമിന്? 100 വയസ്സായി. 100 വയസ്സായി. ഇനിയും കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അബ്രഹാം ക്ഷീണിച്ചു പോയി. ആ ക്ഷീണത്തിൽ അബ്രഹാം ദൈവത്തോട് പറയാണ്, എനിക്കിനി ഇസ്മായേലിനുണ്ടല്ലോ, അത് മതി, എനിക്ക് അതിൻ്റെ മുമ്പിലൊന്ന് നിന്നാ മതി. നമ്മൾ നിന്നൊക്കെ അങ്ങനെയല്ലേ? എനിക്ക് കിട്ടിയാൽ മതി, എനിക്ക് അതും മതി. ഞാൻ ചോദിക്കുന്ന ഉത്തരം ഇനി എനിക്ക് കിട്ടാൻ പ്രയാസമാണ്. ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുക കേട്ടോ. എനിക്കിനി ഞാൻ ചോദിക്കുന്നത് എനിക്ക് കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് എനിക്ക് ഇനി ഇതും മതി, ഇസ്മായേൽ നിന്റെ മുമ്പിൽ നിന്നാ മതി. അങ്ങനെയല്ല. ദൈവം എന്ന് പറഞ്ഞാല് വാക്കുമാറാത്ത ദൈവമാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ചിന്തിക്കുക. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് മാറുകയില്ല. വാക്ക് മാറാൻ ദൈവം മനുഷ്യനല്ല, പോസ്റ്റ് പറയാത്ത ദൈവമാണ്. അതുകൊണ്ട് നമ്മളിൽ ആരോടൊക്കെ എന്തെല്ലാം വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ടോ, ചെറുതും വലുതുമായ ഓരോ വാഗ്ദത്തവും അത് പ്രാപിപ്പാൻ നമ്മൾ തയ്യാറായിരിക്കണം. 400 വർഷം ഇസ്രായേലിലേക്ക് തന്റെ ജനത്തെ വിടുമെന്ന് പറഞ്ഞിട്ട് എത്ര വർഷം ഒന്ന് കാത്തു? 430 430 വരെ മോശ തയ്യാറായി ഇറങ്ങി വരണമായിരുന്നു. അതുകൊണ്ട് ഈ 430 വർഷവും കടന്നുപോയി. അതുപോലെ 99 വയസ്സായോ, ഇനി 90 വയസ്സോ സാറയ്ക്കുമായി. ഇനി ഇത് സംഭവിക്കുകയല്ലെന്ന് കരുതി എനിക്കിനി ആരെ മതി? ഇസ്മായേലിനെ മതിയെന്ന് വരും. പക്ഷെ ദൈവം വിട്ടോ? ഇല്ല. നമ്മൾ നോക്കുമ്പോൾ കരച്ചില്ല. പക്ഷെ അതെവിടെയാ? തുരുത്തിൽ സൂക്ഷിച്ചു വെക്കുക. ആ തുരുത്തിൽ ഇറങ്ങി കഴിയുമ്പോൾ അതിന്റെ സമയമാകുമ്പോൾ കണ്ടാ ഇറങ്ങുന്ന ആ തുരുത്തിക്കൊക്കെ പ്രതിഫലം നമുക്ക്. നമ്മുടെ വിചാരത്തില് അയ്യോ താമസിച്ചു പോയെന്നല്ല. ദൈവത്തിന്റെ സമയമാകുമ്പോൾ തുരുത്തിൽ ഇറങ്ങി കവിയുമ്പോൾ ഹല്ലേലൂയ മറുപടിയുമായി കർത്താവ്. തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതിരിക്കുന്ന ദൈവം അത് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അതോടുകൂടി സഹനതും തരാതിരിക്കുക. റോമാലേഖനത്തിൽ 8-ാം അധ്യായം പറയുന്നുണ്ട്, അവൻ അനുകൂലം പ്രതികൂലം ആരെ